രാഘവൻ സാറേ, സാറേ ചതിച്ചു സാറേ. ഇതോളൂ. ചതിച്ചോ ദൈവമേ. നീ പ്രസവിച്ച കുട്ടിയാണ് സത്യം. ആണെങ്കിൽ എപ്പോ എവിടെ വെച്ച് പറയടി. അതിനും മറുപടി പറയണം നീ. അതെനിക്ക് പറയാനാവില്ല. പക്ഷെ ജീവന്റെ ജീവനായി ഞാൻ സ്നേഹിക്കുന്ന എന്റെ വിഷ്ണുവേട്ടന് ഞാൻ ചതിച്ചിട്ടില്ല സത്യാമ്മ. ശാലിനി ഒരിക്കലും തെറ്റിയില്ല. പക്ഷെ അയാൾ എന്തോ രഹസ്യം മറിക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. വീട്ടിലേക്ക് മടങ്ങിപ്പോയ അമ്മ വീണ്ടും കല്യാണത്തിന് നിർബന്ധിക്കും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ശാലിനിയിൽ നിന്നും ആ രഹസ്യം അറിയാൻ കുറച്ച് സാവകാശം കൂടിയേ കഴിയൂ. അതിനെന്താ ഒരു വഴി? ഹലോ ഹലോ ദേവ്, ചേടാ ഇതാരാണാവോ നമ്മളെപ്പോലെ വേറൊരു കഥാപാത്രം? ചാവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന തോന്നുന്നേ. അതും ഈ വേഷത്തില്. ലക്ഷണം കണ്ടിട്ട് തീരുമാനിച്ചുറപ്പിച്ചതാണ്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ.
ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഞാനിവിടെ വെയിറ്റിംഗാ. അടുത്ത് വരരുത്. ഇപ്പൊ ചാടും ഞാൻ. ആ ചാടണം. ചാടി ചാവാനാണല്ലോ നമ്മൾ രണ്ടുപേരും വന്നേ. പക്ഷെ ചെറിയൊരു സംശയമുണ്ട്. ഈ ചാടിയിട്ട് ചാവാതെ കഴുത്തൊടിഞ്ഞ് ജീവൻ ശേഷിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ കണ്ടിട്ട് ഞാനിവിടെ തമാശ കാണിക്കാൻ വന്ന് നിൽക്കാന്നാ തനിക്ക് തോന്നേ? ചാവാൻ ഉറപ്പിച്ച് തന്നെ ഇങ്ങോട്ട് വന്നത്. കഴുത്തൊടിഞ്ഞ് കിടക്കൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യില്ല. ഒരു കാര്യം കാണിച്ചു തരാനാ. അതെ, എന്റെ അഭിപ്രായത്തിൽ ഇവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ ചാവാതിരിക്കാനാണ് കൂടുതൽ ചാൻസ്. അവിടെ 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 കണ്ട, അവിടെ ഒരു പാറ തള്ളിക്കണ കണ്ട. പിന്നെ അപ്പുറത്തൊരു മരക്കുറ്റിയുണ്ട്. ജീവൻ പോവാതെ കഴുത്തൊടിഞ്ഞ് ജീവശമായിട്ട് മറ്റുള്ളവർക്ക് ഭാരമായിട്ട് കിടക്കാനാണ് തന്റെ വിധി. പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താന്ന് വെച്ചാ താൻ തീരുമാനിച്ചോ കേട്ടാ. ഞാനേതായാലും ചാവാൻ വേണ്ടിയിട്ട് സേഫായിട്ട് മറ്റേതൊരു സ്ഥലം നോക്കാൻ പോവാ. ഇവിടെ ശരിയാവില്ല. അപ്പൊ ശരി. അതെ, ഒന്ന് നിന്നെ. അങ്ങനെ പോയാലോ? താൻ ഇവിടെ വന്ന് വലിയ പെർഫോമൻസ് ആയിരുന്നല്ലോ. എന്റെ ജീവിതത്തെ പറ്റി എന്തറിഞ്ഞിട്ടാ താൻ ഈ അനവസരത്തിലുള്ള തമാശയായിട്ട് വന്നത്? അയ്യോ അങ്ങനെ പറയരുത്. സത്യം പറഞ്ഞോണ്ടല്ലോ, ഒരു 5 മിനിറ്റ് നേരത്തെ ഇവിടെ വരാത്തതിലാണ് എനിക്ക് സങ്കടം. ആ അങ്ങനെയായിരുന്നെങ്കിൽ ആരും തടയാതെ ഇയാൾക്ക് ആത്മഹത്യയായിരുന്നല്ലോ. എന്തേ ശരിയല്ലേ? അത് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം ജീവിതത്തിൽ ഒരു ബോറിനെ കൂടെ പരിചയപ്പെടേണ്ടി വന്നു എന്നതാ. എന്റെ അമ്മോ, ചാവാൻ പോകുമ്പോൾ തമാശ പറയാ ഇയാളാണ് കൊള്ളാലോ. കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പുറത്തെടുക്കണമെന്നില്ല. ഒപ്പം വലിയൊരു രക്ഷാപ്രവർത്തനം നടത്തിയെന്നുള്ള കൃതാർത്ഥതയും വേണ്ട ഇയാൾക്ക്. എന്നെ പറ്റി ഒന്നും അറിയാത്ത ഇയാളുടെ സാരോപദേശത്തിന് ഞാൻ ചെവി തരാൻ പോകുന്നില്ലെന്നർത്ഥം. ഞാൻ മരിക്കാൻ തീരുമാനിച്ചാണെങ്കിൽ മരിക്കുക തന്നെ ചെയ്യും, അതുറപ്പാ. കറക്റ്റ്. മരിക്കാൻ തീരുമാനിച്ച ഒരാളെ രക്ഷിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല, ദൈവത്തിന് പോലും. പക്ഷെ ഒരു കാര്യമുണ്ട്, തന്നെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രം പറയരുത്. വേണമെങ്കിൽ ലക്ഷണശാസ്ത്രം വെച്ച് ചിലത് പറയാം. ശരിയാണോന്ന് സ്വയം തീരുമാനിച്ചാൽ മതി. തന്നെ ഒരു പ്രണയ നൈരാശ്യമാണ് തന്നെ ഇപ്പൊ ഈ പാറത്തുമ്പിലെത്തിച്ചത് എന്ന് പറഞ്ഞ ഒരു തേപ്പ് കഥയൊന്നുമല്ല. ഇയാളും അയാളായിട്ടുള്ള ബന്ധത ഇപ്പോഴും ഒരേ സ്ട്രോങ് ആണ്. ഇനി ഇപ്പോഴത്തെ പൊസിഷൻ, വീട്ടുകാർ ഇഷ്ടപ്പെടാത്തൊരു കല്യാണത്തിന് നിർബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചടങ്ങിനിടയിൽ നിന്നാണ് ഇയാൾ ഇപ്പൊ ഓടിപ്പോന്നിരിക്കുന്നത്. ഇയാളുടെ കാമുകനാണെങ്കിൽ ഇപ്പൊ സ്ഥലത്തുമില്ല. വിവരം അറിയിക്കാനാണെങ്കിലോ ഒരു വഴിയില്ല താനും. അതെ, ഇയാളുടെ കാമുകന്റെ പേരും വിലാസം പറ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ അയാളെ തൂക്കിയെടുത്തോണ്ട് വന്ന് ഹാജരാക്കി തരാം ഇയാളുടെ മുന്നിൽ. എന്നെ പറ്റി ഇയാൾ എങ്ങനെയാ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത്? സത്യം പറ, എന്നെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? അല്ല, എന്റെ നിശ്ചയത്തിനുണ്ടായിരുന്നോ? ശരി, ഇയാളെ പറ്റി ഒന്നും അറിയാത്ത ആളെന്നായിരുന്നു കുറച്ചു നേരത്തെ എന്റെ നേരെയുള്ള കുറ്റം. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു ഊഹം വെച്ച് പറഞ്ഞപ്പോ അതും കുറ്റമായ. എന്ത് ഊഹം വെച്ച് പറഞ്ഞെന്നോ? എടോ, ഇതിന് വലിയ ഷെർലോക്ക് ഹോംസ് ഒന്നും ആവണ്ട നമ്മള്.
ഒന്നാമത് തന്റെ ഈ വേഷം ആഭരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ കല്യാണത്തിനും നിശ്ചയത്തിനൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങും. കല്യാണമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി പോരണമെങ്കിൽ അവൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരിക്കണം. അതും ആത്മാർത്ഥ പ്രണയം തന്നെ. അപ്പോ ഞാൻ പ്രണയിക്കുന്ന ആൾ സ്ഥലത്തില്ലാന്നും ആളെ ബന്ധപ്പെടാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞത്? എടോ എടോ ഒരു തേപ്പ് കിട്ടിയാലും ഇന്നത്തെ പെണ്ണുകൾ മരിക്കൊരുങ്ങില്ല. അവർക്ക് വാശി കൂടെ ഉള്ളൂ. അതിന്റെ പ്രതികാരമായിട്ട് അവർ ചിലപ്പോ 4-5 ആമ്പിള്ളേരെ തേച്ചെന്നിരിക്കും. എടോ ഒരു പെൺകുട്ടി മരിക്കാൻ ഈ പ്രായത്തിൽ തയ്യാറാവണമെങ്കിൽ ഒരു ആത്മാർത്ഥ പ്രണയം അവരുടെ ഉള്ളിരിക്കുന്നുണ്ടാവണം. എടോ കണ്ണടച്ചു തുറക്കുന്ന നിമിഷം കൊണ്ട് പെൺകുട്ടികൾ ബഹിരാശം വരെ പോയി വരുന്ന കാലമാണ്. ആളെ ബന്ധപ്പെടാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ കടുങ്ങയ്ക്കൊന്നും മുതിരില്ല. ബന്ധപ്പെടാൻ വഴിയില്ലാതിരിക്കെ മറ്റൊരാളുടെ ഭാര്യയായിട്ട് നരക ജീവിതം നയിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് അവർക്ക് തോന്നും. തന്റെ കേസോ തന്നെ സിമ്പിൾ. അല്ല, ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടെങ്കിൽ ഇനി സ്വന്തം കഥ പറയാം. പേരുകൾ മാത്രം പൂരിപ്പിച്ചാൽ മതി. എടോ മടിക്കണ്ട, മരിക്കാൻ പോയ ആളല്ലേ. താനിപ്പോ ഇവിടെ ചാടി മരിച്ചിരുന്നേൽ നാട്ടുകാർ ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള നല്ല യമണ്ടൻ കഥകൾ പൊടുപ്പും തൊങ്ങലും വെച്ചുണ്ടാക്കിയേനെ. എടോ അതിന് പകരം താൻ തന്നെ തന്റെ സ്വന്തം കഥ പറയണതല്ലേ. പറ. എടോ ഒന്നുമില്ലെങ്കിൽ നമ്മളിപ്പോ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? എന്തേ അങ്ങനെയല്ലേ? എൻ്റെ പേര് കാർത്തിക. അവൻ ഹർഷൻ. ഒരുപാട് കാലങ്ങളായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. അവനില്ലാതെ എനിക്കും ഞാനില്ലാതെ അവനും ഒരു ജീവിതമില്ലാതെ ഞങ്ങൾ വിശ്വസിച്ചുറപ്പിച്ചതാ. അതിനിടയില്ല അവൻ ജോലിക്ക് വേണ്ടി US പോയത്. ആ തക്കം നോക്കി വീട്ടുകാർ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. അല്ല, വീട്ടുകാർക്ക് അറിയായിരുന്നോ ഹർഷനായിട്ടുള്ള ബന്ധം? അറിയാമായിരുന്നു. പക്ഷെ ആ ബന്ധം നടത്തില്ലെന്ന് അവർക്കെന്തോ വാശിയുള്ളതുപോലെ. അതെനിക്ക് വേറെ ഏത് ബന്ധവും നടത്തിത്തരാന്നാ അച്ഛൻ എന്നോട് പറഞ്ഞത്. അല്ല, ഇപ്പോ കല്യാണം കഴിക്കാൻ വന്നാളോ? ജയശങ്കർ എന്നാ പേര്. അപ്പോ അയാളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നില്ലേ? അതിനുള്ള സാവകാശം കിട്ടിയില്ല എനിക്ക്. കല്യാണം കഴിക്കാൻ വന്ന ചെറുക്കനോട് കഥ തുറന്നു പറയാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ലേ? നിശ്ചയ ചടങ്ങിൽ നിന്ന് ഒളിച്ചു പോന്നിട്ട് ആത്മഹത്യക്ക് തുനിയ ഇഷ്ടം പോലെ സമയവും സാവകാശം കിട്ടുകയും ചെയ്തു. അല്ല, അപ്പൊ ഹർഷനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. 2 ആഴ്ച കഴിഞ്ഞ് അവൻ നാട്ടിലെത്തും. അപ്പൊ 2 ആഴ്ച തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇടം കിട്ടിയാൽ ഇയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. അല്ല, അയാൾ വന്ന ഇയാളെ സ്വീകരിക്കാൻ ചങ്കൂറ്റം ഉണ്ടാവുന്ന ഉറപ്പുണ്ടോ? ഹർഷൻ എന്റെ ജീവനാ, ഞാൻ അവന്റെ പ്രാണനും. അല്ല, ഇയാളുടെ കൂട്ടുകാരികളുടെ ആരെങ്കിലും വീട്ടില്? അച്ഛന് എൻ്റെ കൂട്ടുകാരികളെല്ലാം അറിയാം. അച്ഛനറിയാവുന്ന ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന പോലെ എന്നെ തൂക്കും.
ആ ഇയാളുടെ അച്ഛനെ എത്തി നോക്കാൻ ധൈര്യപ്പെടാത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു, എൻ്റെ വീട്. പക്ഷെ അവിടെ ഇപ്പം ഇതിൻ്റെ ഇരട്ടി പ്രശ്നങ്ങളാ. ഭയങ്കര കോമഡിയാണല്ലോ. മറ്റൊരാളുടെ ജീവിതത്തിൽ പോസിറ്റീവായി ഇടപെടുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാത്ത ആളാണെന്നും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിഷ്പ്രയാസം പരിഹരിക്കുന്ന ആളാന്നൊക്കെയാ. അല്ല, മടിക്കാതെ പറയുന്നേ. എന്റെ ജീവിതം മുഴുവനും ഒരു പുസ്തകം തുറന്നു വെച്ച പോലെ ഞാനെല്ലാം വായിച്ചു തന്നതല്ലേ. അത് കളക്ടറാകാനുള്ള മോഹം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാന്ന് ഞാൻ സത്യം ചെയ്യുന്നു. സിവിൽ സർവീസ് ടോപ്പ് റാങ്കിൽ പാസ്സായി ശാലിനി വിഷ്ണു അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. നീ പ്രസവിച്ച കുട്ടിയാണ് സത്യ. ആണെങ്കിൽ എപ്പോ എവിടെ വെച്ച് പറയടി. അതിനും മറുപടി പറയണം നീ. അതെനിക്ക് പറയാനാവില്ല. തിരുമേനി, ചടങ്ങുകൾ തുടങ്ങട്ടെ. ആ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? കൊള്ളാം. ഉരൽ വന്ന് മദ്ദളത്തോട് സങ്കടം പറഞ്ഞതുപോലെ ഉണ്ട്. മാഷേ, നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരമായി ഇതെന്നാ എനിക്ക് തോന്നുന്നത്. ഒരേ ഒരു വഴി. നമുക്കൊന്നിച്ച് ഒരു തീരുമാനം എടുത്താലോ? അല്പം മുമ്പ് വരെ അപരിചിതരായ ഒരാണും പെണ്ണും ഒരിക്കലും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്തൊരു വഴി. ഇതെല്ലാം അവസാനിപ്പിക്കാൻ നമുക്കെല്ലാവരും ഒരു പാഠം പഠിപ്പിക്കണ്ടേ? എങ്ങനെ? പോലീസിൽ അറിയിക്കണ്ടേ? രാഘവ് സാറ് പറയാതെ എങ്ങനെ? ചോദിക്കും. പന്തിയല്ല പൊന്നി, അതല്ലേ ഞാനൊരു അക്ഷരം ഉണ്ടാ നിൽക്കുന്നേ. എന്നാലും എത്ര നേരം വെച്ച പിള്ളച്ചേട്ടാ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. സത്യാമ്മ ഇത്രയും വലിയൊരു കടുങ്കൈക്ക് മുതിർന്ന സ്ഥിതിക്ക് ജീവനങ്ങെടുത്തേക്കാന്ന് വിഷ്ണു കുഞ്ഞിന് തോന്നിയാലോ? ശാലിനി കുഞ്ഞിനെ അമ്പലനടയിൽ വെച്ച് സത്യാമ്മ പറഞ്ഞു വിട്ട സ്ഥിതിക്ക് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയില്ലെന്ന് കുഞ്ഞിന് തോന്നിക്കാണും.
നീ എന്തൊക്കെ പെണ്ണി പറയുന്നേ? ദേ ശ്യാമോളെ വെറുതെ കരയിച്ചു. ഞാൻ കാര്യം പറഞ്ഞത് പിള്ളച്ചേട്ടാ, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദ്യം വരും. കാര്യസ്ഥന് ഇവിടെ എന്ത് ചെയ്യായിരുന്നെന്ന്. പക്ഷേ സത്യാമ്മോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ എങ്ങനാ? സത്യമേ, വിഷ്ണുക്കുഞ്ഞിനെ പറ്റി വിവരം എന്തെങ്കിലും? നിക്കവിടെ. ആ പടി ചവിട്ടരുത് നീ. രാഘവനാരാ പറയുന്നേ?